Good morning, everyone. Good morning, all. എന്താ റെസ്പോൺസ് ഒന്നും കാണുന്നത്? കേൾക്കുന്നുണ്ടോ? Can you hear me? Are you there? Anyone? Yeah. Morning. Yeah. Just wait a second. Okay. എന്താണ് എല്ലാവരും എന്താ സംസാരിക്കാത്തേ? ടെസ്റ്റ് മാത്രമേ ഉള്ളൂ? Okay. Yeah. Good morning. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്റ്റീവ് വോയിസ് ആയിരുന്നു അല്ലെ? ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആയിരുന്നു എടുത്തിരുന്നത്. So clear ആണോ? അത് സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റിലൂടെ നോക്കാം. ഓക്കെ, നമ്മൾ സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രസന്റ് പെർഫെക്റ്റും. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ആ സ്ട്രക്ചർ മെയിനായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. യു ഹാവ് സ്റ്റോളൻ മൈ പെൻ. യു ഹാവ് സ്റ്റോളൻ മൈ പെൻ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയതുകൊണ്ട് ഹാവ് ആണ് യൂസ് ചെയ്യുക അല്ലെ? ഹാവ് ഓർ ഹാസ് അല്ലെ? യാ. സോ എങ്ങനെയാണ് സ്ട്രക്ചർ? എങ്ങനെയാണ്? ഫസ്റ്റ് ഒബ്ജെക്ട്, then have or has, then be, then V3 by subject. Okay, അപ്പോ you have stolen my pen എന്ന് പറയുമ്പോൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാ വരാ? സബ്ജക്ട് ഏതാണ്? അവിടെ ഒബ്ജക്ട് ഏതായിരുന്നു? മൈ പെൻ ആണ്. സോ മൈ പെൻ, then മൈ പെൻ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട് സോ ഹാസ് ആണ് യൂസ് ചെയ്യാം. മൈ പെൻ ഹാസ്, then been വേണം. then my pen has been stolen. Stolen already V3 ആണ്. So stolen തന്നെ നമുക്ക് ചെയ്യാം. Then my pen has been stolen by you ആണ്. You always objective subjective you തന്നെയാണ് വരാം. ഓക്കെ, അപ്പൊ you ആണ്. My pen has been stolen by you എന്നാണ് വരാം. നെക്സ്റ്റ്, she has forgotten him. She has forgotten him എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ വരാ? He has been forgotten by her. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു. ഓക്കെ, യാ. ഇവിടെ she has forgotten him എന്ന് പറയുമ്പോൾ ഈ ഇവിടെ ഒബ്ജക്ട് ഏതാണ്? him ആണ്. him സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ he ആയിട്ട് മാറും അല്ലെ? അപ്പൊ he ആണ് ഫസ്റ്റ് വരാ. he സിംഗുലർ ആയതുകൊണ്ട് has ആണ് യൂസ് ചെയ്യാം. he has been വരും അല്ലെ? So he has been forgotten by her ആണ്. she ആയതുകൊണ്ട് ഒബ്ജക്റ്റിലേക്ക് വരുമ്പോൾ her ആയി മാറും. Okay, she has been forgotten by her. Next, she has eaten mangoes. Mangoes have been eaten by her. എന്താണ് വരാം? Okay. Next, simple past. Simple past എങ്ങനെയാണ്? was or were ആണ് അല്ലെ? Okay, structure നോക്കാം. object plus was or were plus V3 plus by plus subject ആണ് വരാം. Example, the boy ate the mangoes. Okay, object mangoes ആണ്. The mangoes were eaten by the boy. Mangoes ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. mangoes എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയതുകൊണ്ടാണ് അവിടെ were യൂസ് ചെയ്തത്. Then eaten, ate ന്റെ V3 form eaten. Boy തന്നെയാണ്. Okay, the mangoes were eaten by the boy. Next, I did not tell him. I didn't not tell him. I didn't എന്ന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ I did not എന്ന് പറയാം. Okay, I didn't tell them. Them ആണ് object, them subject ആയിട്ട് വരുമ്പോൾ they ആണ് വരാം. They plural ആയതുകൊണ്ട് where ആണ് യൂസ് ചെയ്യാം. Then not. They were not telling it. V3 told by I ആണ്. ഒബ്ജക്റ്റ് മാറുമ്പോൾ me ആയിട്ട് വരും. They were not told me by me എന്നാണ് വരാം.
നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ഒബ്ജക്ട് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. ബീയിങ് വേണം. എല്ലാ കണ്ടിന്യൂസിലും ബീയിങ് ആണ് വേണ്ടത്. നമ്മള് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ്ലി ബീയിങ് ഉണ്ടായിരുന്നു, അവിടെ മാറിയത് ഒബ്ജക്റ്റ് ആണ്, ഓക്സിലറീസ് ആണ്. ഓക്സിലറീസ് മാത്രമേ ഇവിടെ ചേഞ്ച് വരുന്നുള്ളൂ. അതിപ്പോ പാസ്റ്റ് ആയാലും ശരി ഫ്യൂച്ചർ ആയാലും ശരി, അപ്പൊ ബീയിങ് വേണം. ഓക്കെ, ഇപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ബീയിങ് ആണ്, വാസ് ഓവർ പ്ലസ് ബീയിങ് ആണ് വരാം. They were making a noise. A noise was being made by them. He was killing a snake. A snake was being killed by him. Okay, clear? Next, past perfect. Past perfect le nammal has or have onnilla, had maathre ullu, ellarkku ariyavunnana. Okay, avade perfect ayathukonde been aanu use cheya. So he had lost the pen. The pen had been lost by him. By 18, he had taken the degree. The spelling mistake. By 18, he had taken the degree. By 18, the degree had been taken by him. Okay? So, past tense clear ano? Active and passive voice. Is it clear? Clear or not? Respond anything. Okay? Demya, clear ano? മാം, ഇവിടെ ഒരു ഗസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു. ഇപ്പൊ ഞാൻ ഇപ്പഴാ ക്ലാസ് ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം പെട്ടെന്ന് ഗസ്റ്റ് വന്നു. അപ്പൊ മേലെ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് താഴെ ഇറങ്ങി. മാമിന്റെ ഇപ്പഴാ വന്നത്. ഞാൻ പറഞ്ഞതൊന്നും ഞാൻ കേട്ടായിരുന്നില്ല. Yeah, okay. സോറി. Yeah. Ashwin, clear ano? പാസ്റ്റ് മാത്രം ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ഒന്ന് കൂടി പറഞ്ഞു തരാമോ? Yeah, past perfect. Okay. Perfect എന്ന് പറയുമ്പോ നമുക്കറിയാലോ ഹാഡ് ഉണ്ടാവും. ഇപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസോ ഹാവ് ഉണ്ടാകും, പാസ്റ്റ് ആണെങ്കിൽ ഹാഡ് ഉണ്ടാകും. പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡോ ഹാസോ ഹാവോ എന്ത് കഴിഞ്ഞാലും നമ്മൾ അതിന് ശേഷം ബീൻ ആണ് ആഡ് ചെയ്യേണ്ടത്. ബീൻ. ഓക്കെ, ആദ്യം ഏത് ടെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യുക. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസോ ഹാവോ അതിന് ശേഷം ബീൻ ആഡ് ചെയ്യുക. Then same തന്നെയാണ് വിത്ത് ഫോം ബൈ എസ് സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് ആണ് വരും, ഹാഡിന് ശേഷം ബീൻ ആഡ് ചെയ്യാം. ഓക്കെ, ഹി ഹാഡ് ലോസ്റ്റ് ദ പെൻ എന്ന് പറയുമ്പോൾ ദ പെൻ ആണ് ഒബ്ജക്റ്റ്. സോ പെൻ ഫസ്റ്റ് ചെയ്ത ദ പെൻ. നെക്സ്റ്റ് ഹാഡ് തന്നെയാണ്, അവിടെ യാതൊരു ചേഞ്ച് ഒന്നുമില്ല, ഹാസ് ഹാവ് ഒന്നുമില്ലല്ലോ, പാസ്റ്റ് ആണ്, അപ്പൊ ഹാഡ് തന്നെയാണ്. ഹാഡ് ബീൻ ആണ് വരാം, ഹാഡിന്റെ കൂടെ ബീൻ വരണം. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹാഡിന്റെ കൂടെ ബീൻ വരണം. Then ലോസ്റ്റ് എന്തായാലും ഹാഡോ ഹാവിന് ശേഷം നമ്മൾ എപ്പോഴും D3 ആണ് എഴുതാം. അപ്പോ പാസീവ് വോയിസിലേക്ക് വരുമ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല, ലോസ്റ്റ് തന്നെയാണ്. Then he ആണ് സബ്ജക്ട്, അത് ഒബ്ജക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഹിം ആണ്. The pen had been lost by him എന്നാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, രമ്യ സ്ട്രക്ചർ നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സ്ട്രക്ചർ ഇപ്പൊ എഴുതിയെടുത്തു, ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കണം. അതിനനുസരിച്ചിട്ട് ഞാൻ ജസ്റ്റ് പാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോ നമ്മൾ നേരത്തെ പ്രസന്റ് പഠിച്ച പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അവിടെ ഓക്സിലറി മാത്രമേ മാറുള്ളൂ. പാസ്റ്റ് ആയതുകൊണ്ട് ഓക്സിലറിക്ക് വ്യത്യാസം വരുന്നു. വാസ് അല്ലെങ്കിൽ വേറെ യൂസ് ചെയ്യാം. സിമിലർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വേറെ. ഓക്കെ, എക്സാമ്പിൾ ദ ബോയ് ഏറ്റ് ദ മാംഗോസ്. ഇവിടെ ഒബ്ജക്റ്റ് ആണ് വരുന്നത് ദ മാംഗോസ് ആണ്. ദ മാംഗോസ് ആദ്യം എഴുതാ. അപ്പൊ മാംഗോസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്കവിടെ വേറെ യൂസ് ചെയ്യാം. ദ മാംഗോസ് വെയർ. ദെൻ എയ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എയ്റ്റിന്റെ V3 ഫോം എടുക്കുക. എയ്റ്റ് ഈറ്റൺ ആണ് അല്ലെ, ഈറ്റൺ വരും. ദെൻ ബൈ ദ ബോയ്, ബോയ് എന്നും ചേഞ്ച് ഒന്നും വരണ്ട. ഓക്കെ, ദ ബോയ് തന്നെയാണ് വരാം. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ ഇവിടെയും പ്രസന്റ് സെയിം ആണ്, ഓക്സിലറീസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബീങ് ഉണ്ട്. ING ഫോം വരുമ്പോൾ എപ്പോഴും ബീങ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ പാസ്റ്റ് ആണോ അത് പ്രസന്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഓക്സിലറീസ് മാറ്റാം, അത്രയേ ഉള്ളൂ. They were making a noise.
ഇവിടെ എ നോയ്സ് ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരാം. എ നോയ്സ് എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വാസ് യൂസ് ചെയ്യാം. എ നോയ്സ് വാസ് ബീയിങ്, ing ഉള്ളതുകൊണ്ട് ബീയിങ് വരാം. ദെൻ മേക്കിന്റെ V3 ഫോം, മേക്ക് മെയ്ഡ് ആണ്. മെയ്ഡ് ബൈ ദേ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ദം ആണ്. എ നോയ്സ് വാസ് ബീയിങ് മെയ്ഡ് ബൈ ദം. ഓക്കെ, നെക്സ്റ്റ് പാസ്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് ക്ലിയർ ആയിരുന്നോ രമ്യ? ക്ലിയർ ആയി. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ പാസ്റ്റ് ആൻഡ് പ്രസന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ്. ഓക്കെ, ഇനി ഒരു സിമ്പിൾ ഫ്യൂച്ചറും കൂടെ നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ സെയിം ആണ്. നോക്കാം, ഒബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ing, ബൈ പ്ലസ് സബ്ജക്ട്. ഇവിടെ ഫ്യൂച്ചർ വരുമ്പോൾ ബി ആണ് വരാം. ഓക്കെ, ബി ശ്രദ്ധിക്കുക, വിൽ ഓർ ഷാൽ അതിന്റെ കൂടെ ബി വരും. ഹി വിൽ ഫ്ലൈ എ കൈറ്റ്. ഹി വിൽ ഫ്ലൈ എ കൈറ്റ്. എ കൈറ്റ് വിൽ ബി ഫ്ലോൺ ബൈ ഹിം. എ കൈറ്റ് ആണ് ഒബ്ജക്ട്. then will ആഡ് ചെയ്യാം. വില്ലിന്റെ കൂടെ ബി വരണം. വിൽ ബി ഫ്ലൈ ഇന്റെ V3 ഫോം, ഫ്ലോൺ ബൈ ഹിം. ഐ ഷാൽ ബീറ്റ് ഹിം. ഹിം സബ്ജക്റ്റിലേക്ക് വരുമ്പോ ഹി ആണ്. ഹി വിൽ ബി ബീറ്റ്, ബീറ്റൺ ബൈ ഐ മീ ആകും. He will be beaten by me. Okay. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റില് will or shall plus have been ആണ് വരും. Okay. മോഹൻ will have helped me by evening. Okay. മോഹൻ will have helped me by evening. ഇവിടെ സബ്ജക്ട്, ഇവിടെ ഒബ്ജക്ട് ഏതാണെന്ന് നോക്കാം. ഒരിക്കലും ബൈ ഈവനിങ് എഴുതരുത്, അത് ഒബ്ജക്റ്റ് അല്ല. ഓക്കെ, മോഹൻ will have helped me by evening. helped me എന്നെയാണ് സഹായിച്ചത്. അപ്പോൾ ഞാൻ എന്നെ, me ആണ് അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. സോ നമ്മള് ഫസ്റ്റ് me ഒബ്ജക്റ്റ് ആയതുകൊണ്ട് സബ്ജക്റ്റിലേക്ക് മാറുമ്പോൾ ഐ ആയിട്ട് വരും. ഐ ഷാൽ, ഷാല വില്ലോ നമുക്ക് ഏത് വേണം യൂസ് ചെയ്യാം കേട്ടോ. അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇപ്പൊ അവിടെ ഐ വിൽ യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, സോ ഐ ഷാൽ, ഐ ആയതുകൊണ്ട് ഹാവ് ആണ് അല്ലെ. ഐ ഷാൽ ഹാവ് ബീൻ ഹെൽപ്ഡ് ബൈ ഈവനിങ് ബൈ മോഹൻ. എങ്ങനെയാ പറയാ? ബൈ ഈവനിങ്. ദെൻ ലാസ്റ്റ് സബ്ജക്റ്റ് വരും ബൈ മോഹൻ. യു വിൽ ഹാവ് സ്പെൻഡ് ഓൾ ദ മണി. ഇവിടെ ഓൾ ദ മണി will have been spent by you. People speak English all over the world. ഇവിടെ ഇംഗ്ലീഷ് ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ഇംഗ്ലീഷ് ഈസ് അല്ലാട്ടോ. ഇത് സോറി, ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ വരുന്ന എക്സാമ്പിൾ അല്ല. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റിൽ വരുന്ന എക്സാമ്പിൾ അല്ല കേട്ടോ. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, നോക്കാം. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദ വേൾഡ് എന്ന് പറയുമ്പോൾ അത് പാസീവ് മാറ്റുമ്പോൾ ഇംഗ്ലീഷ് ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ഫസ്റ്റ് ഏതാ? ഇംഗ്ലീഷ് സിംഗുലർ ആയതുകൊണ്ട് ഈസ്, സ്പീക്കിന്റെ സ്പോക്കൺ, ദെൻ ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ, all over the world by people ഉണ്ട്. ഇത് മിസ്റ്റേക്ക് ആണ്, ഇത് വിട്ടേക്ക്, മിസ്റ്റേക്ക് ആണേ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? കുറച്ചൊക്കെ ക്ലിയർ ആയി. കുറച്ചൊക്കെ ക്ലിയർ. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലോ? കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നൊക്കെ.
They saw dogs in the hall. They saw dogs in the hall. Answer ഏതാ വരാ? ആൻസർ എന്താ വരാ? പറയൂ. ഇവിടെ ബൈയൊന്നും ഇല്ല, അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവും. അല്ലെ കണ്ട ജസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ, ഓക്കെ, എഴുതിട്ട് എല്ലാവരും. Tom catches the ball. Tom catches the ball. Tom catches the ball. എഴുതുന്നുണ്ടോ? Yes, ma'am. Yes. ആൻസർ പറയൂ. എന്നിട്ട് ടെക്സ്റ്റ് ചെയ്യണം, ടെക്സ്റ്റ് ചെയ്യാം. ആൻസർ എന്താ വരാ? The ball is catched by Tom. Okay, next answer പറയൂ എല്ലാവരും. എല്ലാവരും എക്സാമ്പിൾ ആൻസർ പറയൂ. ടെക്സ്റ്റ് ചെയ്താലും മതി. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്താലും മതി. The ball was catched by Tom. Catched by Tom. Yeah. Okay. ക്യാച്ച് ആണ് വെർബ്. ക്യാച്ചിന്റെ V3 ഫോം ഏതാണ്? The ball is catched by Tom. The ball was catched by Tom. The ball catched by Tom. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. ക്യാച്ചിന്റെ V3 ഫോം ഏതാണ്? ഞാൻ ചോദിച്ചതിന് റിപ്ലൈ തരുമോ? ക്യാച്ചിന്റെ V3 ഫോം ഏതാണ്? അത് മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ. Catches ആണോ? ആർക്കും അറിയില്ല?
യാ കോട്ട് ആണ്. അപ്പൊ എങ്ങനെ ആൻസർ വരാ? ഞാൻ ആൻസർ ഒന്ന് പറഞ്ഞേ. ഇനി ആൻസർ പറയൂ. ഇപ്പൊ വെതിരി ഫോം കിട്ടിയില്ലേ? ഇനി ആൻസർ പറയൂ. The boy is Ashwin. അശ്വൻ അവിടെ വേറെ ആവശ്യമില്ല. അശ്വൻ എന്തിനാ അവിടെ വേറെ ആഡ് ചെയ്തേ? വേറെ വേണ്ട. The boy is caught by Tom. അത്രയേ ഉള്ളൂ. Okay. The boy is caught by Tom. Yeah, correct ആണ്. Okay. Next. The teacher explains the topic. The teacher explains. Yesterday explains. The teacher explains the topic. Answer പറയൂ. The teacher explains the topic. മാം എസ് വരുമ്പോ ING വരും എന്നാണോ പറഞ്ഞത്? No? എസ് വരുമ്പോ ING വരും എന്താണ്? പ്ലൂറൽ വരുമ്പോ Explains ആണ്. ING വരില്ല. No, no, no. V3 form ആണ് വേണ്ടത്. The teacher explains the topic. അപ്പൊ എക്സ്പ്ലെയിന്റെ V3 ഫോം ആണ് വരാം. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യൂ. ടെക്സ്റ്റ് ചെയ്താൽ പോരെ എല്ലാവരും. ഇത് പഠിക്കാൻ ആവശ്യമില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് V3 ഫോം എങ്കിലും അറിയാൻ പറ്റും. കുറച്ചെങ്കിലും നിങ്ങൾക്ക് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യാം. Yeah, the topic is explained by the teacher എന്നാണ്. രമ്യ വാസ് വരില്ല. രമ്യ അത് ഫസ്റ്റ് സബ്ജക്ട് ബേസ് ചെയ്തിട്ട് വേണം ഓക്സിലറി ആഡ് ചെയ്യാൻ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമുക്ക് അവിടെ ഈസി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ ഈസിന് പകരം ആർ യൂസ് ചെയ്യാം. ഇത് പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ,
വാസിന്റെ അവിടെ ആവശ്യമില്ല. നമ്മള് പാസ്റ്റ് ആണെങ്കിൽ ഓക്കെ വാസ് ആഡ് ചെയ്യാം. ഇത് പ്രസന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ഇത് ടെൻസ് ആണെന്ന്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഓക്സിലറീസ് ആഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ഏതാ? He is drawing a picture. 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 ടെൻസ് ഏതാണെന്ന് നോക്കാം. He is drawing a picture. The picture is being drawn by him. Okay. Next. Allow next to you. Picture is being drawn by him. Yeah. Remya, answer പറയുന്നു. Okay. Answer എന്താണ്? A picture is being drawn by him. Drawn അല്ല, drawn ആണ്. DRAWN. DRAWN. Drawn അല്ല കേട്ടോ. ഓൾറെഡി drawn എന്ന് പറയുന്നത് ഇതാണ്, V3 ഫോം ആണ്. പിന്നെയും അതിന്റെ കൂടെ ഈട് ചേർക്കേണ്ട ആവശ്യമില്ല. Drawn ആണ് കേട്ടോ. A picture is being drawn by him. നിങ്ങൾക്ക് V3 ഫോം ആണ് അറിയാതെ. മനസ്സിലായോ? Drawn ആണ്. Yeah, Ramya, correct ആണ്. A picture is being drawn by him ആണ്. Okay? Yeah. Next, they are playing cricket. They are playing cricket. They are playing cricket.
They are playing cricket. They are playing cricket എന്നാണ് പറഞ്ഞത്. So yeah. രമ്യ മിസ്റ്റേക്ക് ആണല്ലോ. They are playing cricket എന്ന് പറയുമ്പോ ഒബ്ജക്റ്റ് എന്താണ്? ഏതായിരിക്കും ഒബ്ജക്റ്റ്? They are playing cricket. അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണ്. അപ്പൊ ക്രിക്കറ്റ് എഴുതാം. ക്രിക്കറ്റ് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഈസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ക്രിക്കറ്റ് ഈസ് ബീങ് പ്ലേഡ് ബൈ ദം. ഓക്കെ, കറക്റ്റ് ആണ്. യാ, ഓക്കെ. രമ്യ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടല്ലേ? ക്ലിയർ ആയിട്ടില്ല. അശ്വൻ എന്തേ ആൻസർ ചെയ്യാഞ്ഞേ? അശ്വൻ പോയോ? ചെയ്തിട്ടുണ്ട് മിസ്സേ. ഓക്കെ, യാ. ഇനി നെക്സ്റ്റ് we are the baby is crying. The baby is crying. The baby is crying. The baby is crying. അവിടെ ഏതാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരാം? ഇത് കുറച്ച് കൺഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഇവിടെ ഒബ്ജക്റ്റ് ഒന്നുമില്ല, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഓക്കെ, അത് കിട്ടേ പോകും. അത് നമുക്ക് പറഞ്ഞാലും കുറച്ച് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻസർ വരാം ബൈ ദ ബേബി ക്രൈങ് ഈസ് ബീങ് ഡൺ എന്നാ പറയാം. ഓക്കെ, യാ, ഇത്രയും നിങ്ങൾ നോക്കിയും കുഴപ്പമില്ല. സോ അത് വേണ്ട കേട്ടോ, ആ എക്സാമ്പിൾ വേണ്ട. ഓക്കെ, യാ, ഓക്കെ. നെക്സ്റ്റ്, I was writing an email. I was writing an email. I was writing an email. മിസ് ഒന്നുകൂടെ പറയാമോ? I was writing an email. ഞാനൊരു ഇമെയിൽ എഴുതുകയായിരുന്നു. I was writing an email. I was writing an email. എന്താ മിസ് ചെയ്യുന്നോ? ഇത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് ദൈവ. ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല?
മിസ്സേ മറ്റേ ഐ വാസ് റൈറ്റിംഗ് ആൻഡ് ഇമെയിൽ ആണ്. ഇമെയിൽ, മെയിലില്ലേ, മെയിൽ അയക്കാൻ പറയില്ലേ, ഇമെയിൽ. മനസ്സിലായില്ല. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ചെയ്യാം. I was writing an email എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. അത് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, അത് ഏത് ടെൻസ് ആണെന്ന് നോക്കാം. അതിനുശേഷം അത് ആക്റ്റീവ് വോയിസിലേക്കോ പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, ടെൻസ് ഏതാണെന്ന് പറയാമോ? ഐ വാസ് റൈറ്റിംഗ് ആൻ ഇമെയിൽ എന്ന് പറയുന്ന സെന്റൻസ് ഏത് ടെൻസ് ആണെന്ന് പറയാമോ? Can anyone say that tense is used there? Yeah, past continuous ആണ്. Okay, correct. So then you can change it in passive voice. Okay. Yeah, എല്ലാവരും എഴുതൂ. നിങ്ങൾക്ക് ഒബ്ജക്റ്റ് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോ V3-ലായിരിക്കും കൺഫ്യൂഷൻ വരാ, ചിലപ്പോ ഓക്സിലറീസിൽ കൺഫ്യൂഷൻ വരുന്നു. സ്റ്റെൻസിൽ ഓക്സിലറി എന്താണ് വരാം നോക്കിയേ. അനിമെയിൽ, അനിമെയിൽ എന്ന് പറയുന്ന സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. ഓക്കെ, അതിനുശേഷം ടെൻസിന് പറഞ്ഞു ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. സോ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ അതും നോക്കാം. എന്നിട്ട് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ എല്ലാവരും, അശ്വൻ, രമ്യ, എല്ലാവരും. ഓക്കെ, ബാക്കി ആരും ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പേരൊന്നും ഞാൻ വിളിക്കാറ്. അശ്വൻ, ടെൻസ് നോക്കാം. ഞാൻ പറഞ്ഞു ടെൻസ് നോക്കണം. എല്ലാവരും ടെൻസ് നോക്കിയേ. ഞാൻ കുറച്ചു പേരുടെ പേര് മാത്രം വിളിക്കുന്നത്. ബാക്കി ആരുടെ പേര് വിളിച്ചാൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ, റെസ്പോണ്ട് ചെയ്യുന്നവരുടെ പേരാണ് ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്നത്. ഇപ്പൊ മിസ് എന്റെ പേര് വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഒന്നും വിചാരിക്കണ്ട. വിളിച്ചാല് പൊതുവെ നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, രമ്യ നോക്കിയേ ടെൻസ് ഏതാണ് നോക്കാം. എന്നിട്ട് കറക്റ്റ് ആയിട്ട് എഴുതി. ബീയിങ് എഴുതേണ്ടത് സ്പെല്ലിംഗ് രണ്ടും പെട്ടു. അത് ബി. ഓക്കെ, അപ്പൊ കറക്റ്റ്. അപ്പോ എന്താ പറയാ, ആൻ ഇമെയിൽ വാസ് ബി റിട്ടേൺ ബൈ മീ. കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ദേ വേർ സ്വിമ്മിങ്. അവര് നീന്തുകയാണ്, നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. They were swimming. They were swimming. Yeah, they were swimming. Okay. They were swimming എന്ന് പറയുമ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? അതാണ് പരുതുന്നത്. ഒബ്ജക്റ്റിനെ നോക്കുന്നു, ഒബ്ജക്റ്റിനെ കാണുന്നില്ല. അതെ, ഒബ്ജക്റ്റ് ഇല്ല. അപ്പൊ നിനക്കത് പറഞ്ഞൂടെ? ഒബ്ജക്റ്റ് ഇല്ല. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഇതിന് ആൻസർ വരാ സ്വിമ്മിങ് വാസ് ബീങ് ഡൺ എന്നാ വരാം. സ്വിമ്മിങ് വാസ് ബീങ് ഡൺ. കാരണം ഇവിടെ ഒബ്ജക്റ്റ് ഇല്ലല്ലോ. ഓക്കെ, എന്നത് വേണ്ട. അടുത്ത എഴുതാം. We were eating pizza. അത് മതി. Eating pizza.
We were eating pizza. Okay? ഇതിന് ആൻസർ എങ്ങനെയാ വരാം? ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് പാസീവ് വോയിസ് ഒക്കെ മാറ്റാം. ടെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ആൻസർ വരട്ടെ. ജസ്റ്റിൻ ജേക്കബ്. കറക്റ്റ് അല്ല. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ നമുക്കവിടെ ബീൻ അല്ല ആവശ്യം, ബീങ് ആണ്. ഓക്കെ, we were eating pizza. Pizza was being eaten by us. Pizza was being eaten by us. Yeah. Pizza was being eaten by us. അങ്ങനെയാണോ? രമ്യ കറക്റ്റ് ആണോ? Pizza was being eaten by us. കറക്റ്റ് ആണോ? രമ്യ ആൻസർ കിട്ടിയോ? അതിൽ ബീൻ ഉണ്ടാവോ? പിസ്സ വാസ് ഈറ്റൻ ബൈ ഉള്ളൂ. We were eating pizza. ING ഉണ്ട്. അപ്പൊ ബീങ് ഉണ്ടെന്ന് മനസ്സിലാവും. പിസയാണ് ഒബ്ജക്റ്റ്. പിസ്സ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സോ വാസ് ആണ് അടിയും. പാസ്റ്റ് ആണെങ്കിൽ വാസ് ആണ്. പിസ്സ വാസ് ബി. ഈറ്റിന്റെ ഫോം ഈറ്റ് ആണ്. ബൈ ബി ആയതുകൊണ്ട് അസ്. പിസ്സ വാസ് ബീങ് ഈറ്റൻ ബൈ അസ് എന്നാണ്. കറക്റ്റ് ആണ്. കുറച്ച് കൺഫ്യൂസിംഗ് ഉണ്ട്. എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ട്. Yeah, next. She wrote a story. She wrote a story. She wrote a story. Passive voice ലേക്ക് പെട്ടെന്ന് മാറ്റ്. The story was being written by the story was written by the story was written. എന്താണിത്? രമ്യയോട് ശ്രദ്ധിച്ചിട്ടുണ്ട്. She wrote a story. ടെൻസ് ഏതാണെന്ന് പറഞ്ഞില്ല. She wrote a story എന്ന് പറഞ്ഞ സെന്റൻസ് ഏത് ടെൻസ് ആണ്? പറയൂ, ടെൻസ് ഏതാണെന്ന് പറയൂ. പാസ്റ്റ് ആണ്. അതൊക്കെ മനസ്സിലാവും. പാസ്റ്റ് ഏതാണെന്ന് പറയൂ. സിമ്പിൾ പാസ്റ്റ് ആണോ?
സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് ബീയിങ് വരാ? അശ്വൻ സിമ്പിൾ പാസ്റ്റ് ആണ്. സോ ബീയിങ്ങിന്റെ ആവശ്യമില്ല. രമ്യ സിമ്പിൾ പാസ്റ്റ് ആണ്. സോ ഈസിന്റെ ആവശ്യമുണ്ടോ? വാസിലെ പറഞ്ഞല്ലോ. ടെൻസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രം ആൻസർ ചെയ്യും. ഓ എ സ്റ്റോറി വാസ് റിട്ടൺ ബൈ ഹർ എന്നാണ് വരാം. അശ്വൻ അവിടെ ing ഫോം ഒന്നുമില്ല. പിന്നെ ബീയിങ്ങിന്റെ ആവശ്യമുണ്ടോ? ആ ബീയിങ് ഇല്ലായിരുന്നു കറക്റ്റ് ആയിരുന്നു. രമ്യക്ക് ഈസ് വന്നു അവിടെ വാസ് ആയിരുന്നു. ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണ് എല്ലാവരും വരുത്താം. ഓക്കെ. നെക്സ്റ്റ് she had written a book. 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 Jasmine. Mistake ആണ്. ജസ്മിൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ആക്റ്റീവ് വോയിസ് എടുത്തപ്പോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ ജസ്മിൻ? റെസ്പോണ്ട് ചെയ്യും. സംസാരിച്ചില്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും. ഇല്ല, അതാണ് മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നിങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. ഏതാണ് ഡൗട്ട് എന്ന് മാത്രം നോക്കിയിട്ട് ചോദിക്കാം. ഓക്കെ, she had written a book എന്ന് പറയുമ്പോ ഒബ്ജക്റ്റ് എ ബുക്ക് ആണ് അല്ലേ? ടെൻസ് ഏതാന്ന് പറയാമോ? she had written a book എന്ന് പറയുമ്പോൾ ടെൻസ് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോ ഇങ്ങനെയാ വരാം. ഒബ്ജക്ട് പ്ലസ് had പ്ലസ് been പ്ലസ് V3 പ്ലസ് by പ്ലസ് സബ്ജക്ട്. ഇങ്ങനെ എഴുതി നോക്കി. സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. ഇതിൽ കൂടുതൽ സിമ്പിൾ ആയിട്ട് എങ്ങനെയാ പറയാം? എല്ലാവരും ആൻസർ ചെയ്യും. ഒബ്ജക്ട് പ്ലസ് had പ്ലസ് been പ്ലസ് V3 പ്ലസ് by പ്ലസ് സബ്ജക്ട്. ഇങ്ങനെ നോക്കാം. ഓക്കെ, ഇങ്ങനെ നോക്കിയാലാണ് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. സ്ട്രക്ചർ ആണ് മെയിൻ. സ്ട്രക്ചർ ലാസ്റ്റ് പഠിച്ച് പിന്നത്തെ സെന്റൻസ് കാണുമ്പോൾ പെട്ടെന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും. Correct. A book had been written by her. Correct ആണ്. A book had been written by her ആണ്. Okay. Okay, പിന്നെ അങ്ങോട്ട് വരുന്ന ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഇതുള്ള എക്സാമ്പിൾസ് ഒക്കെ ചെയ്യാം. കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയാല് നമുക്ക് ഇത് മാറ്റിയിട്ട് ഓരോ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ക്ലിയർ ആകുന്നവരെ നമുക്ക് ഈ ടോപ്പിക് തന്നെ മാക്സിമം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. V3 ഫോം ഒക്കെയാണ് മെയിൻ ആയിട്ട് ഡൗട്ട് വരാം. V3 ഫോം ഓക്സിലറീസ് ഒക്കെയാണ്. ഇത് ചെയ്യുന്നത് ഇപ്പൊ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാൻ വേണ്ടി ആവശ്യമില്ലല്ലോ, ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ടെൻസ് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ടെൻസ് കൂടെ ക്ലിയർ ആവുകയാണ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ചെയ്യാൻ നോക്കാം. ഓക്കെ, ആൻസർ ചെയ്യാൻ നോക്കുക, ഐഡന്റിഫൈ ചെയ്യാൻ നോക്കോ. അപ്പോ നിങ്ങൾക്ക് ടെൻസ് ഒക്കെ കുറച്ചുകൂടി ക്ലിയർ ആകും. ഏത് ടെൻസ് ആണെന്ന് മനസ്സിലാവും, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാവും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒരു ടോപ്പിക് പറയാം. അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വരുമോ? പ്രിപ്പയർ ചെയ്ത് വരുമോ? ഇനി നെക്സ്റ്റ് ഫ്രൈഡേ ആണ് ക്ലാസ് വരാം. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരുമോ? വരൂ. രമ്യ, അശ്വൻ, അശ്വിനി, സ്റ്റെൻസി, തൊയ്ബ, ജസ്വിൻ, എല്ലാവരും വിളിക്കാത്തവരുണ്ടെങ്കിലും അവരും കൂടെ. ഓക്കെ, എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരണം. ടോപ്പിക് ഇതാണ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ അവർ ലൈഫ്. ഓക്കെ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാനാണ്. സോ
സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരാം. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല മിസ്സേ, സമയം ഉണ്ടായില്ല മിസ്സേ എന്നൊന്നും പറയണ്ട. പ്രിപ്പയർ ചെയ്തിട്ട് വരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നോട്ട് എഴുതി വെക്കാം. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഓൺ വേർഡ്സ് എഴുതി വെക്കാം. ദെൻ അത് കറക്റ്റ് ആണോ നോക്കുക, റെക്ടിഫൈ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക, ലൗഡ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ പറയുന്ന രീതിയിൽ വേണം ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യാൻ. അല്ലാതെ വെറുതെ വായിക്കാനല്ല ഞാൻ പറഞ്ഞത്. ബുക്കിൽ എഴുതിയത് വെച്ചിട്ട് ഇവിടെ വന്ന് വായിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന രീതിയിൽ വേണം എന്നോട് പറയാൻ. ആ ഒരു മോഡുലേഷൻ വേണം, ആ ഒരു ഫ്ലുവൻസി വേണം, ഒരു കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വേണം, എല്ലാം വേണം. മനസ്സിലായോ? നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ആ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക? ആ ഒരു രീതിയിൽ വേണം ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ഒരു ടോപ്പിക് തരാം, പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കണം എല്ലാവരും. നാളെയല്ല ജസ്മിൻ, ഇന്നത്തെ ക്ലാസ് ഫ്രൈഡേ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേ വരുമ്പോ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരണം. ക്ലാസ്സിൽ ഇനി ജോയിൻ ചെയ്യാതിരിക്കരുത് കേട്ടോ. പ്രിപ്പയർ ചെയ്തില്ല മിസ്റ്റേ, ജോയിൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. ജോയിൻ ചെയ്യണം. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, വേറെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പോയി സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ വന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ സംസാരിക്കാം. ഇനിയിപ്പോ ഞാൻ സംസാരിക്കുമ്പോൾ ആരും കളിയാക്കോ എന്നൊന്നും വിചാരിക്കേണ്ട. ആർക്കും അറിയില്ല ഇംഗ്ലീഷ്, എല്ലാവരും പഠിക്കാൻ വന്നവരാണ്. ഓക്കെ, ഇവൻ മീ, ഞാൻ ഓൾസോ എനിക്കും അത്ര ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നല്ല ഇംഗ്ലീഷിൽ. ഓക്കെ, സോ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്ന കോൺഫിഡൻസ് വരും, ഒരു പേടി മാറും, ഒരു ഫ്ലുവൻസി വരും. ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങളുടെ മൗത്ത് ഫ്ലെക്സിബിലിറ്റി വരും, വഴങ്ങും സംസാരിക്കാനായിട്ട്. അപ്പൊ ആ രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, ഉറക്കി പ്രാക്ടീസ് ചെയ്യണം. വീട്ടിൽ വെച്ചിട്ട് നോട്ട് എഴുതി അത് പ്രിപ്പയർ ചെയ്തിട്ട് ഉറക്കി പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൊക്കെ നിങ്ങൾക്ക് നോട്ട് എഴുതാം. നിങ്ങൾക്ക് എന്താണോ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഇംഗ്ലീഷ് എത്ര ഇമ്പോർട്ടന്റ് ആണോ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. അത് 1-2 സെന്റൻസ് ഒതുക്കരുത്. മാക്സിമം ഒരു പാരഗ്രാഫോ ഒരു എസ്സേ പോലെ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരാം. കേട്ടല്ല? ഇനിയിപ്പോ ക്ലാസ് ഇല്ലാത്തവരോട് കൂടി ഒന്ന് പറയാം. ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും നമ്പർ ആണോ? മാം കഴിഞ്ഞ ക്ലാസ്സിലെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യാൻ. പറഞ്ഞിരുന്നു, എല്ലാവരും പറഞ്ഞിരുന്നോ? സെയിം ടോപ്പിക് ആയിരുന്നോ? അതെ മാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. എല്ലാവരും കുറച്ചു പേരൊക്കെ ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ എല്ലാവരും മാക്സിമം പ്രിപ്പയർ ചെയ്ത് വരാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ മസ്റ്റ് സ്റ്റഡി ചോദിക്കും. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോ ജോയിൻ ചെയ്യാത്തവരും വരാത്തവരും ഉണ്ടെങ്കിൽ അവർ ഒന്ന് അറിയട്ടെ. ഓക്കെ, അപ്പൊ അവരും കൂടെ പ്രിപ്പയർ ചെയ്ത് വരും. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മറക്കരുത്, ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ, ഓക്കെ, താങ്ക് യു.